വയനാട്ടിലുള്ള ദുരന്തം നമ്മൾ വല്ലാണ്ട് വേദനിപ്പിച്ച ഒരു സംഭവമാണ്. നമുക്ക് രാവിലെ ആ വാർത്ത നമ്മൾ കാണുമ്പോൾ വളരെ ചെറിയ എണ്ണം മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇത് കണ്ടപ്പോൾ വലിയൊരു സംഭവം. പിന്നീട് ഓരോ മണിക്കൂറുകൾക്ക് ശേഷവും നമ്മൾ വല്ലാണ്ട് വേദനിപ്പിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഈ വിഷയം പറയുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനതയും ഒന്നടങ്കം തൻ്റെ വീടുകളിൽ നിന്ന് കരഞ്ഞ ദിവസങ്ങളാണ് കടന്നുപോയത്. വയനാട്ടിലെ ദുരന്തം സമാനതകളില്ലാത്ത കേരളത്തിലെ മറ്റു ഉരുൾപൊട്ടലുകളിൽ നിന്നൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര ഭയാശങ്ക ഉണ്ടാകുന്ന ഒരു ദുരന്തമാണ്. ഏതാണ്ട് 400-ലധികം വരുന്ന ആളുകൾ മരണപ്പെട്ടു പോയി എന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നു. അതിൽ നൂറുകണക്കിന് ആളുകളുടെ പേര് പോലും തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യം. നമ്മുടെയൊക്കെ പേര് അസ്ലം എന്നും സാഹിർ എന്നും ഒക്കെ വിളിക്കുന്ന ആ സ്ഥാനത്ത് L132, L133 എന്നൊക്കെ പറഞ്ഞാണ് അവിടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചപ്പോൾ പോലും അവിടെ പേരെഴുതി വെച്ചത്. അപ്പോൾ ഒരു ദുരന്തം ഉണ്ടാക്കി വെക്കുന്ന വ്യാപ്തി എത്ര വലുതാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ആ ചിന്തയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ് ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നടത്തേണ്ടതും. മനുഷ്യരിങ്ങനെ വീട്ടിൽ തൻ്റെ ജോലിയും തൻ്റെ ഭാര്യയും തൻ്റെ കുട്ടികളുമായിട്ട് മാത്രം ഒതുങ്ങിക്കൂടാതെ തൻ്റെ സഹജീവിയെ കൂടി സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു കേരള മോഡൽ കൂടിയാണ് ഈ ദുരന്തം. അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും ഒന്നും ഇല്ലാതെ അവിടെ മനുഷ്യൻ എന്ന ലേബൽ മാത്രമുള്ളൂ. ആ മനുഷ്യൻ എന്ന ലേബലിൽ നിന്നുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിൽക്കുന്ന ആളുകൾ ഒറ്റക്കെട്ടായി ആ ദുരന്ത മേഖലയിലേക്ക് പാഞ്ഞെടുക്കുകയാണ്. അത് ഈ കേരളം മാത്രമല്ല, നമ്മുടെ ഈ മറ്റ് അതർ സ്റ്റേറ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ നമുക്കറിയാം ഈ അതായത് മരണം കൂടുതൽ റിപ്പോർട്ട് ചെയ്തു എന്നറിഞ്ഞ് എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിച്ച സമയം മുതൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാ സ്റ്റേറ്റുകളും. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് കർണാടകയുടെയാണ്. അതായത് ഏതാണ്ട് 400-ലധികം വരുന്ന വീടുകൾ നശിച്ചുപോയി. ഇനി ആ പ്രദേശത്ത് ഒരു ജനവാസ യോഗ്യം സാധ്യമല്ല. തീർച്ചയായിട്ടും നമ്മൾ 600-ലധികം വരുന്ന വീടുകൾ വെച്ചു കൊടുക്കണം. അപ്പോൾ ആ കണക്കുകളൊക്കെ വരുമ്പോൾ കർണാടക ഗവൺമെന്റ് ഒരു അനൗൺസ്മെന്റ് നടത്തുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് നമുക്ക് കർണാടക ഗവൺമെന്റിന്റെ ഒരു സമീപനമാണ്. ഈ വിഷയം കാണുമ്പോൾ തന്നെ ഈ വലിയ ദുരന്തമുണ്ടായെന്നും അവിടെ ഏതാണ്ട് 600-ലധികം വീടുകൾ നശിച്ചുപോയി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നു 100-ലധികം വരുന്ന വീടുകൾ ഈ പറയുന്ന ആളുകൾക്ക് വെച്ചു കൊടുക്കും എന്ന് പറയുന്നു. തൊട്ടടുത്ത ദിവസം കർണാടക ഗവൺമെന്റ് 100-ലധികം വീടുകൾ കർണാടക ഗവൺമെന്റിന്റെ കെയർ ഓഫിൽ വെച്ചു കൊടുക്കുമെന്ന് ഉള്ളൊരു പ്രഖ്യാപനം വരുന്നു. സ്റ്റാലിൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വലിയ വിദഗ്ധ സംഘത്തെ അങ്ങോട്ട് അയക്കുകയാണ്. മുഴുവൻ സന്നാഹങ്ങളുമായിട്ട് അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ഒരു വിദഗ്ധ സംഘത്തെ. അത് തീർച്ചയായിട്ടും നമ്മളെ കാണിക്കുന്ന മനുഷ്യ സ്നേഹമാണ്. അവിടെ തമിഴിനെന്നില്ല, കന്നഡക്കാരനെന്നില്ല, കേരള എന്നില്ല. ഇതാണ് നമ്മൾ ഈ ദുരന്ത സമയത്തൊക്കെ ചർച്ച ചെയ്യേണ്ടതും. മനുഷ്യൻ എത്രത്തോളം ദുർബലനാണ് എന്നുള്ളതിന്റെ നേർസാക്ഷ്യം കണ്ട ആ നിമിഷങ്ങളിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. അത് നമുക്ക് തീർച്ചയായിട്ടും അഭിനന്ദനം ഉള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അസ്ലം, എനിക്ക് ഈ വിഷയത്തിൽ ഞാനിപ്പോ നോക്കിക്കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടകരമായ അതിൻ്റെ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഇപ്പം അതർ സ്റ്റേറ്റിലെ ആളുകൾ ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലക്ഷങ്ങളും കോടികളും ഓരോരുത്തർ കൊടുക്കുന്നു. ചെറിയ തുക മുതൽ ആളുകൾ സംഭാവന നൽകുന്നു. ഇതിൽ കേരളത്തിലെ പ്രമുഖരായ ഇപ്പം സിനിമാ മേഖലയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വിഷയം നോക്കിക്കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. കാരണം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമാ മേഖലയിൽ നിന്ന് സഹായം ഉണ്ടായത് അതർ സ്റ്റേറ്റിൽ നിന്നാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി നേട്ടമുള്ള ഫീൽഡുകളിൽ ഒന്നാണ് സിനിമാ മേഖല. സ്വാഭാവികമായിട്ടും അവർക്ക് സഹായിക്കാവുന്നതിന്റെ പരിധി കയറിയും കുറഞ്ഞുമൊക്കെ ഉണ്ട്. പിന്നെ ഒരാളെ സഹായിക്കുന്നത് നീ ഇത്ര കൊടുക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ അയൽ സംസ്ഥാനത്തുള്ള വിവിധ സിനിമാ താരങ്ങൾ, അതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും ഉത്തരേന്ത്യയിൽ നിന്നാണെങ്കിലും പല ആളുകളും കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. പക്ഷെ അതേ സാഹചര്യത്തിൽ ഈ സമയത്ത് പേരെടുത്ത് പറയുന്നത് കൊണ്ട് ഒരു സങ്കടം എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി എത്ര രൂപ കൊടുത്തു? മമ്മൂട്ടി കൊടുത്തത് അദ്ദേഹത്തിന്റെ ഒരു വണ്ടിയുടെ വിലയെങ്കിലും കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം എത്ര രൂപ കൊടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടമാണ്. അതിലെനിക്ക് കൈകടത്താനുള്ള അവകാശമില്ല. എങ്കിൽ പോലും മമ്മൂട്ടി കൊടുത്തത് 20 ലക്ഷം രൂപ, ദുൽഖർ സൽമാൻ കൊടുത്തത് 15 ലക്ഷം രൂപ, ചില ആളുകൾ 10 ലക്ഷം രൂപ, ചിലർ കൂടി യോജിച്ച് കുറെ സിനിമാ താരങ്ങൾ 10 ലക്ഷം രൂപ. അപ്പൊ ഇതൊക്കെയാണോ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും കയ്യിൽ നിന്നുള്ള പണം കൊണ്ടാണ് ഇവര് ഇത്രയും വലിയ നിലയിൽ എത്തിയിട്ടുള്ളത്.
സ്വാഭാവികമായിട്ടും ഒരു വിഷയം വരുമ്പോൾ അവർ കൂടുതൽ ഇതിന്റെ അകത്ത് കുറച്ചും കൂടെ ഇറങ്ങി പ്രവർത്തിക്കണം, പൊതുമേഖലയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും വിജയ് ഒക്കെ ആണെങ്കിലും അവിടെ ഒരു അതെ വിഷയം അതെ ഉണ്ടായപ്പോൾ പണ്ട് ഒരു വിഷയം നടക്കുമ്പോൾ അവിടെ സെക്കൻഡുകൾ കൊണ്ടൊന്ന് ഓടി എത്തും. അതെ അതെ. അങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് ഓടിയെത്തുന്നു, അവിടെ ആ വിഷയത്തിൽ ഇപ്പം ഈ ഇടപെടുന്നു. അടുത്ത കാലത്ത് മദ്യ ദുരന്തം അതെ ഉണ്ടായ അതെ സമയത്ത് അതെ അതെ വിജയ് അവിടെ ഓടിയെത്തുന്നു. ഇവിടെ ഒരു പ്രതിസന്ധി, ഇത്രയും വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടാവുമ്പോൾ ഒരു സിനിമാ മേഖലയിൽ നിന്നും ആരും അത്തരം അത് അവരെല്ലാം അത് കഴിഞ്ഞ് തന്നെയാണ് അവരാ ചെളിയെല്ലാം മാറിക്കഴിഞ്ഞ് വളരെ ശാന്തമായി, ഇവരൊന്നും അത്രയും ഇത് തന്നെ അവിടെ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. മമ്മൂട്ടി ഇതേ സമയം പോകുന്നതും അവാർഡ് വാങ്ങാൻ, അതെ മികച്ച അവാർഡ് വാങ്ങാൻ. അതെ അതെ മികച്ച അവാർഡ് വാങ്ങാൻ പോകേണ്ട ഒരു സമയം അതല്ല. ആ സമയത്ത് മമ്മൂട്ടി പറയുവാണ്, എന്റെ കേരള ജനത വലിയൊരു ദുരന്തത്തിൽ പെട്ടിരിക്കുകയാണ്, ഞാൻ അവരെ സന്ദർശിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വലിയൊരു അതെ കാര്യം വേറെ ഉണ്ടായിരുന്നു?